നമസ്കാരം. ഇന്ത്യയെ പാകിസ്ഥാൻ തോൽപ്പിക്കും. പക്ഷേ ഇത് പറയുന്നത് ഞാനല്ല. എന്നെ ചീത്ത വിളിക്കാനും എനിക്കെതിരെ കമൻ്റ് ഇടാനുമൊക്കെ വരട്ടെ. പറയുന്നത് മുഴുവൻ കേൾക്കൂ. പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞത് സാക്ഷാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെയാണ്. ഇനി പാകിസ്ഥാൻ എങ്ങനെയാണ് ഇന്ത്യയെ തോൽപ്പിക്കുന്നതെന്നല്ലേ പറയാം. വികസനത്തിൻ്റെ കാര്യത്തിലാണത്രേ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കാൻ പോകുന്നത്. വികസനത്തിൽ ഇന്ത്യയെ പിന്നിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ഷഹബാസ് ഷെരീഫ് എന്നല്ല എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വെല്ലുവിളി. ദേരാ ഗാസി ഖാനിൽ ഒരു സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് വന്നാൽ, പാകിസ്ഥാനെ മെച്ചപ്പെടുത്താനായി ഞങ്ങൾ രാവും പകലും പ്രവർത്തിക്കും. ഇന്ത്യയേക്കാൾ മഹത്തായ രാഷ്ട്രമായി പാകിസ്ഥാൻ മാറുന്ന ദിവസം വരും. അങ്ങനെ തള്ളോട് തള്ളായിരുന്നു. നയതന്ത്ര ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്ത ആഴ്ചകൾക്കകമാണ് ഇന്ത്യയെ മറികടക്കണമെന്ന പരാമർശം ഉണ്ടായതെന്ന് എടുത്തു പറയണം. ഇടയ്ക്ക് ഉപകാരസ്മരണയായി മൂത്ത സഹോദരൻ നവാസ് ഷെരീഫിന്റെ പേര് പറയാനും ഷഹബാസ് ഷെരീഫ് മറന്നില്ല. ഈ വീഡിയോയ്ക്ക് താഴെ വളരെ രസകരമായ കമന്റുകൾ ഉണ്ടായിരുന്നു. ഷെരീഫിന്റെ മാനസിക നില പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് മരുന്ന് കഴിക്കാൻ മറന്നെന്ന് തോന്നുന്നു. സ്വന്തം ജനങ്ങളിൽ ശ്രദ്ധിക്കുക, അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടത്. എടുത്തു പറയാൻ പറ്റുന്ന വലിയ നേട്ടമൊന്നും പാകിസ്ഥാനിലില്ല. ആകെ പറയാൻ പറ്റുന്നൊരു കാര്യം ഭീകരവാദം മാത്രമാണ്. ഈ ഭീകരവാദം പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ അഭിമാനമായി കൊണ്ടു നടക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ഒന്നാണ്. ഏതോ സിനിമയിൽ പറയുന്ന പോലെ ഗപ്പൊന്നും കിട്ടുന്ന ഒരു ഐറ്റം അല്ലല്ലോ ഇത്. ആകെ പാകിസ്ഥാന് കൈമുതലായിട്ടുള്ളത് ഈ ഭീകരവാദം എന്നേ പറയാനുള്ളൂ. ഇത് ഉപേക്ഷിക്കാൻ പാകിസ്ഥാനോട്ട് തയ്യാറുമല്ല. ലോകം മുഴുവൻ കടം വാങ്ങി മുടിഞ്ഞു മുള്ളുകുരുത്തു. വിദേശ വായ്പകളെ ആശ്രയിക്കുന്നത് കുറച്ച് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാനാണെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പട്ടിണി, മാറാരോഗങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പാകിസ്ഥാനിലുടനീളമുണ്ട്. പാകിസ്ഥാൻ സർക്കാർ ഭീകരവാദത്തെ രഹസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട്. തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകിക്കൊണ്ട് ജമ്മു കാശ്മീരിൽ കലാപം നിലനിർത്താൻ പാകിസ്ഥാൻ സദാ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ പരിശീലനം ലഭിച്ച ഭീകരരെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ ആക്രമണം നടത്താൻ അയക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിരവധി ശക്തമായ മുന്നറിയിപ്പുകൾ അവഗണിച്ച് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ പിന്തുണ നൽകി വരുന്നുണ്ട്. 2008 ഏറ്റവും സജീവമായ തീവ്രവാദ ഗ്രൂപ്പിന്റെ സ്പോൺസർ പാകിസ്ഥാനാണെന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. 2018 പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിസ്റ്റായ ലഷ്കർ ഇ തൊയ്ബ നടത്തിയ 2008 മുംബൈ ആക്രമണത്തിൽ പാകിസ്ഥാൻ ഗവൺമെന്റിന് പങ്കുണ്ടെന്ന് വ്യക്തമായിരുന്നു. 2019 പാകിസ്ഥാൻ മണ്ണിൽ 30,000 മുതൽ 40,000 സായുധ ഭീകരർ പ്രവർത്തിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ പോലും ഭീകരവാദം കാരണം പാകിസ്ഥാന് തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങളൊന്നും പാകിസ്ഥാനിൽ കാര്യമായി നടക്കാറില്ല. ഭീകരർ അതിന് അനുവദിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ക്രമസമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ ഏറ്റവും പിറകിലുള്ള രാജ്യങ്ങളിലൊന്ന് പാകിസ്ഥാനാണ്. നേരത്തെ നടത്തിയ ഒരു പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. 142 രാജ്യങ്ങളിൽ നടത്തിയ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത്. സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ തീർത്തും പരാജയപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് പാകിസ്ഥാൻ. വേൾഡ് ജസ്റ്റിസ് പ്രോജക്ട് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് 2024 നടത്തിയ പഠനത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. 142 രാജ്യങ്ങളിൽ 140ാം സ്ഥാനമാണ് പാകിസ്ഥാന് ലഭിച്ചത്. സ്വന്തം രാജ്യത്തെ ക്രമസമാധാനവും സുരക്ഷയും പോലും പാലിക്കാനാവാതെയാണ് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.